ഹായ് ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് സെറ്റൊക്കെ എടുത്ത് ഞാൻ അമ്പലം വരെ പോവുകയാണ്. വീട്ടിൽ വരുമ്പോൾ എപ്പോഴുള്ളൊരു ആഗ്രഹമാണ് ആമയുടെക്കൊന്ന് പോകണമെന്ന്. അപ്പോൾ ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത്. അങ്ങനെ ആമയുടെക്കാട്ടോ പോകുന്നത്. പിന്നെ നമുക്ക് സെറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ സിന്ദൂരം മസ്റ്റാണല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. അങ്ങനെ ഞാനും ആദ്യം വേഗം റെഡി ആയിട്ടോ. പിന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ ചേട്ടന്മാരെ വിളിച്ചിട്ട് എന്ത് ചെയ്താൽ കിട്ടണ്ടായില്ല, എല്ലാവരും ഓട്ടത്തിലായിരുന്നു കേട്ടോ. പിന്നെ റോട്ടിൽ ഇറങ്ങി ഒരു ഓട്ടോ പോകണുണ്ട്. അപ്പോൾ ചുമ്മാ കൈ കാണിച്ച് നോക്കിയത് ആ ചേട്ടൻ നിർത്തി. ആ ചേട്ടനാട്ടോ പിന്നെ നമ്മൾ കോലഞ്ചേരി വരെ കൊണ്ടുവന്ന് വിട്ടത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. പിന്നെ കോലഞ്ചേരി എത്തിയപ്പോഴത്തേക്കും ആൾ നേരത്തെ എനിക്കായിരുന്നു തോന്നുന്നു. ആൾക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ കയറി നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇനി അമ്പലം എത്തിയപ്പോൾ ആൾ നല്ല ഉഷാറായിട്ടോ. അങ്ങനെ അമ്പലമൊക്കെ എത്തി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. വഴിപാടൊക്കെ മേടിച്ച് കൈ പിടിച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ ഉള്ളത് ഗോശാലയുണ്ട് കേട്ടോ. അത് കാണാനായിട്ട് ഇങ്കുവാവേനെ കൊണ്ടുപോയിട്ടോ. ആദ്യമൊക്കെ നമുക്ക് വരുമ്പോൾ ഈ ഗോശാലയിൽ കയറാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോൾ കയറ്റുള്ള കേട്ടോ. അവർ നല്ല രസമുണ്ട്. ഗുവായ്ക്ക് ഇമ്പേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവിടുത്തെ മെയിനായിട്ടുള്ള റൈറ്റാണ് ഈ പായസം കുടിക്കാൻ തന്നത്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇങ്കുവായും കുടിച്ചു. ഞാൻ ഏതാണ്ട് 2 ഗ്ലാസോളം കുടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്ക് വിളിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ ആൾക്ക് ഇങ്ങനെ നിൽക്കണം, മടിയിലിരുത്തണത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഡ്രസ്സ് മാറാണ്ട് തന്നെ നമ്മൾ മേടിച്ച പായസം ഇച്ചിരി എടുത്ത് കുടിച്ചപ്പോഴും എനിക്ക് സമാധാനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പായസം. എന്നെപ്പോലെ ഈ പായസം ഇഷ്ടമുള്ള ആരെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ.